നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് കസ്റ്റംസ് ഡ്യൂട്ടിയെക്കുറിച്ചുള്ളത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ കസ്റ്റംസ് ആണ്. അപ്പോൾ കസ്റ്റംസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കസ്റ്റംസിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്, എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കസ്റ്റംസ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ എന്താണ് കസ്റ്റംസ്? കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ ബൗണ്ടറീസിൽ നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അറിയാലോ, നമ്മൾ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് നമ്മൾ അടയ്ക്കുന്ന ടാക്സിനെ പറയുന്ന പേരാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർനാഷണൽ ബൗണ്ടറീസിൽ ഗുഡ്സ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഗുഡ്സിന് അടയ്ക്കുന്ന ടാക്സിനെ പറയുന്ന പേരാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആദ്യം നമ്മുടെ മനസ്സിലിരിക്കുക. എന്താണ് കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ? ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സിന്, ഗുഡ്സിന് കൊടുക്കുന്ന ടാക്സിനെയാണ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും വെച്ചിരിക്കുക. കാരണം എവിടെ ഒരു ചോദ്യം വന്നാൽ പോലും നമുക്ക് കസ്റ്റംസ് എന്താണെന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിച്ചതെന്ന് വെച്ചാൽ കസ്റ്റംസ് എന്താണെന്നാണ് പഠിച്ചത്. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണെന്നാണ് ആദ്യം പഠിച്ചത്. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഗുഡ്സിനകത്ത് നമ്മൾ ഇൻ്റർനാഷണൽ ബൗണ്ടറീസിൽ കൊടുക്കുന്ന ടാക്സിനെയാണ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ഏതൊക്കെയാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നുണ്ട്, അതുപോലെ തന്നെ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ്, പിന്നെ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, സേഫ് ഗാർഡ് ഡ്യൂട്ടി, ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി, നാഷണൽ കലാമിറ്റി കണ്ടിജൻറ്റ് ഡ്യൂട്ടി, എഡ്യൂക്കേഷൻ സെക്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പം ഈ ടൈപ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്സ് ഡ്യൂട്ടിക്ക് അത് വരുന്നതാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത്രയും പോയിൻറ്റ്സ് എന്നുവെച്ചാൽ ബേസിക് തൊട്ട് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടീസ് വരെ വരുന്ന പോയിൻറ്റ്സ് ഇമ്പോർട്ട്സ് ഡ്യൂട്ടിക്ക് അത് വരുന്നതാണ്. ഈ ഡ്യൂട്ടീസിൻ്റെ ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ ബേസിക് എന്താണ്, കൗണ്ടർ വീലിംഗ് എന്താണ്, സേഫ് ഗാർഡ് എന്താണ്, ആൻറ്റി ഡംപിംഗ് എന്താണ്, ഓരോ പോയിൻറ്റ്സും നമുക്ക് ഇന്ന് പഠിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല. കുറച്ചൊരു 4 പോയിൻ്റ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. 4 അല്ലെങ്കിൽ 3 പോയിൻ്റ് ഇന്ന് പഠിപ്പിക്കും. ബാലൻസ് ഉള്ള പോയിൻ്റ് അടുത്ത ക്ലാസ്സിലായിരിക്കും ബാലൻസ് ഉള്ള പോയിൻ്റ് ക്ലാസ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് എന്താണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിച്ചത് കസ്റ്റംസ് എന്താണെന്നാണ്. സെക്കൻഡ് കസ്റ്റംസ് ടൈപ്സ് ഓഫ് കസ്റ്റംസിൻ്റെ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ പോയിൻറ്റ്സിനകത്ത് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്താണ്, ടൈപ്സിൽ ഇമ്പോർട്ട് ഡ്യൂട്ടിക്കകത്തുള്ള ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള എന്താണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് നമ്മൾ പേ ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ ഇന്ത്യക്ക് അകത്തോട്ട് വരുന്ന ഗുഡ്സ് ഓർ സർവീസസ് അങ്ങനെ വരുന്ന ടാക്സസിനെയാണ് എന്നുവെച്ചാൽ നമ്മൾ പേ ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആക്ട് നിലവിൽ വന്നത് 1962 അപ്പം ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആക്ട് എന്നാണ് നിലവിൽ വന്നത്? 1962 ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് പേ ചെയ്യുന്ന ടാക്സിനാണ് നമ്മൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കസ്റ്റംസ് ഡ്യൂട്ടി, പിന്നെ ടൈപ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി, അത് കഴിഞ്ഞ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ ഈ നോട്ട്സ് ഒന്ന് എഴുതിയെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കസ്റ്റംസ് എന്താണെന്ന് പഠിച്ചു. സെക്കൻഡ് ടൈപ്സ് ഓഫ് കസ്റ്റംസ്, തേർഡ് നമ്മൾ അതിനകത്തുള്ള ഫസ്റ്റ് പോയിൻറ്റ്സ് ബേസിക് കസ്റ്റംസ് പഠിച്ചു. ഇനി അടുത്ത പോയിൻ്റാണ് അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാലും കൂടുതലൊന്നും പറയാനില്ല. നമ്മളിപ്പം ഇമ്പോർട്ട് ചെയ്യുന്നൊരു ഗുഡ്സ് എന്നുവെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുന്നൊരു ഗുഡ്സ് ആണെങ്കിൽ ആ ഗുഡ്സ് ഇന്ത്യയിൽ എന്നുവെച്ചാൽ ഡൊമസ്റ്റിക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടത് ആ എക്സൈസ് ഡ്യൂട്ടിയാണ് ഈ അഡീഷണൽ കസ്റ്റംസ് എന്നുവെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് അടയ്ക്കേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര എക്സൈസ് ഡ്യൂട്ടിയാണോ അടയ്ക്കേണ്ടത് ആ എക്സൈസ് ഡ്യൂട്ടി തന്നെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനും അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടത്. അപ്പോൾ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി ആക്ട് വന്നിരിക്കുന്നത് താരിഫ് ആക്ട് 1975 അപ്പം ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് അഡീഷണൽ കസ്റ്റംസ് ആക്ട് വന്നിരിക്കുന്നത് 1975 അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന് നമ്മൾ അടയ്ക്കുന്ന എക്സൈസ് സെയിം എക്സൈസ് ഡ്യൂട്ടിയാണ് ഇമ്പോർട്ട് ചെയ്യുന്ന ആ ഗുഡ്സിനും അടയ്ക്കേണ്ടത്. അതാണ് അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ പോയിൻ്റാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. അപ്പോൾ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കാരണം പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി അതിനെ ഒരേ ഈക്വൽ ലെവലിൽ കൊണ്ടുവരുന്ന ഒരു ടാക്സിനെയാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് താരിഫ് കമ്മീഷണറാണ്. ഓക്കെ.